ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ലങ്കയിൽ ഏറെ ദുഃഖിതയായിരിക്കുന്ന സീതയെയാണ് നാം കണ്ടുമുട്ടുന്നത്. ശിംശപാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിശാചരികളുടെ ഇടയിൽ ഒരു വിധത്തിലുള്ള മനസ്സമാധാനവും ഇല്ലാതെ കഴിയുകയാണ് സീത. മനസ്സിൽ ശ്രീരാമചന്ദ്രനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട്. ഉഷസി നിശിചരികൾ ഇവരുമുടലുമമ ഭക്ഷിക്കുമുറ്റവരായി ടൊരുത്തരുമില്ലമേ, മരണമിഹ വരുവതിനുമൊരു കഴിവു കണ്ടീല മാനവവീരനും എന്നെ മറന്നിതു. കളവനിഹ വിരവിനോടു ജീവനമദ്യ ഞാൻ കാകുൽസ്ഥനും കരുണാഹീനനെത്രയും, മനസി മുഹുരിവ പലതുമോർത്തു സന്താപേന മന്ദമന്ദം എഴുന്നേറ്റു നിന്നാകുലാൽ. തരള തരഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു താണുകിടന്നൊരു ശിംശപാശാഖയും, സഭയ പരവശ തരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. പവനസുതനിവ പലവുമാലോക്യ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ജനക നൃപസുതയും അവരജനുമായി സാദരം ജാനകീദേവിയെ തത്ര ദശാനനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിന ഭുവി വിരവൊടു തിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവീനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മാല്യവൽ പർവ്വത പാർശ്വേ നടക്കും വിധൗതതാ. തരണിസുതനോടു സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുതനെയും. തരണിതനയനുമഥ കപീന്ദ്രനായി വന്നിതു തൽപ്രത്യുപകാരമാശു സുഗ്രീവനും. കപിവരരവരെ വിരവിനോടു നാലു ദിക്കിങ്കലും കണ്ടുവരുവാനയച്ചോരനന്തരം പുനരവലിലൊരുവൻ അഹമത്ര വന്നീടിനേൻ. പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയുമൊരു ശതകയോജനാവിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടി കടന്നീടിനേൻ. രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലത്ര താതാനുഗ്രഹവശാൽ. തരുനികരവരമരിയ ശിംശപാവൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുതാ കനിവിനോടു കണ്ടു കൃതാർത്ഥനായേനഹം. കാമലാഭാൽ കൃതകൃത്യനായിടിനേൻ. ഭഗവതനുചരലിൽ അഹമഗ്രേസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതേ. പ്ലവകുലവരനിധി പറഞ്ഞടങ്ങിടിനാൻ പിന്നെ ഇളകാതിരുന്നാൻ അരക്ഷണം. കിമിതി ലഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം. പവനനൊരു കൃപയൊടു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടെ മാനസഭ്രാന്തിയോ. സുചിരതരമൊരു പൊഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാൺമാനവകാശമില്ലല്ലോ. സരസതരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ.
ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിലത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ. ജനക നൃപതു ഉദുഹൃത് വചനം കേട്ടു മാരുതി ജാതമോദം മന്ദമന്ദമിറങ്ങിനാൻ. വിനയമൊടും അവനി മകൾ ചരണ നളിനാന്തികെ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം. തൊഴുതു ചെറുതകലെ അവനാശു നിന്നീടിനാൻ. തുഷ്ട്യാ കലപിംഗതുല്യ ശരീരനായി. ഇവിടെ നിശിചരപതി വലിമുഖവേഷമായെന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ. ശിവ ശിവ കിമിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ. കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതു കണ്ടു കവീന്ദ്രനും. ശരണമിഹ ചരണ സരസിജമഖില നായികേ, ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നെ നീ. തവ സജീവനഹമിഹ തഥാവിധനല്ലഹോ. ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ. സുമുഖീ കപികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവഭൃത്യൻ ജഗൽ പ്രാണനന്ദനൻ. കപടമുരുവരോടുമൊരു പൊഴുതുമറിയുന്നീല കർമ്മണ വാചാ മനസാപി മാതാവേ. ഹനുമാൻ ഞാൻ ആരാണ് എന്നുള്ളത് യഥാവിധി സീതയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ഇത് സ്വപ്നമാണോ, മിഥ്യയാണോ, യാഥാർത്ഥ്യമാണോ, എന്താണ് തൻ്റെ കൺമുന്നിൽ നടക്കുന്നത് എന്ന് സീതയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ എല്ലാം ഹനുമാൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. രാമഭൃത്യനായ ഹനുമാനാണ് ഞാൻ. സുഗ്രീവ നിയോഗത്താലാണ് അവിടുത്തെ തിരഞ്ഞുകൊണ്ട് ലങ്കയിലെത്തിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സീതാദേവിയോട് അറിയിക്കുകയാണ്. പവനസുത മധുരതര വചനമതു കേട്ടുടൻ പത്മാലയാദേവി ചോദിച്ചിതാതരാൽ. ഋതമൃജുമൃദും സ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോ. സദയമിഹവദം അനുജവാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ. കലിതരുചി ഗഹന ഭുവി കാരണമെന്തടോ. കാരുണ്യവാരാന്നിധേ കപികുഞ്ചര. തിരുമനസി ഭവതി പെരികെ പ്രേമമുണ്ടെന്നതെന്നോടു ചൊന്നതിൻ മൂലവും ചൊല്ലു നീ. ശൃണു സുമുഖി നിഖിലമഖിലേശ വൃത്താന്തവും. ശ്രീരാമദേവനാണേ സത്യമോമലേ. ഭവതി പതിവചനമാലംബ്യ രണ്ടംഗമായി ആശ്രയാശങ്കലും ആശ്രമത്തിങ്കലും. മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യമാനിനു പിമ്പേ നടന്നു രഘുപതി. നിശിതതര വിശിഖഗണ ചാപവുമായി ചെന്നു നീചനാം മാരീചനെ കൊന്നു രാഘവൻ. ഉടനുടലുമുലയെ മുഹുരുട ജഭുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ. ഉടനവിടെ അടവിയിലിടയെ നോക്കിയുമൊട്ടു കരഞ്ഞു തിരിഞ്ഞുഴലും വിധൗ. ഗഹന ഭുവി ഗഗന ചരപതി ഗരുഡ സന്നിഭൻ കേണുകിടക്കും ജടായുവിനെ കണ്ടു. അവനുമഥ തവ ചരിതമഖിലമറിയിച്ചള വാശു കൊടുത്തിതു മുക്തി പക്ഷീന്ദ്രനും. പുനരടവികളിൽ അവരജേന സാകം ദ്രുതം പുക്കൂ തിരഞ്ഞു കബന്ധഗതി നൽകി. ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ. അഥ ശബരി വിമല വചനേന പോനൃശ്യ മൂകാദ്രി പ്രവര പാർശ്വേ നടക്കും വിധൗ. തപനസുതനിരുവരെയുമഴകിനൊടു കണ്ടതി താൽപര്യമുൾക്കൊണ്ടയച്ചിതെന്നെ തഥാ. ബത രവികുലോത്ഭവന്മാരുടെ സന്നിധൗ ബ്രഹ്മചാരീ വേഷമാലംബ്യ ചെന്നു ഞാൻ.
നൃപതി കുലവരഹൃദയം അഖിലവുമറിഞ്ഞതി നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ. തരണിസുത നികട ഭുവി കൊണ്ടു ചെന്നീടിനേൻ, സഖ്യം പരസ്പരം ചെയ്യിച്ചിതാശു ഞാൻ. ദഹനനെയും അഴകിനോടു സാക്ഷിയാക്കിക്കൊണ്ടു ദണ്ണമിരുവർക്കുമാശു തീർത്തിടുവാൻ. തപനസുത ഗൃഹിണിയെ ബലാലടക്കിക്കൊണ്ട താരാപതിയെ വധിച്ചു രഘുവരൻ. ദിവസകര തനയനു കൊടുത്തിതു രാജ്യവും, ദേവിയെ ആരാഞ്ഞു കാൺമാൻ കപീന്ദ്രനും. പ്ലവകകുല പരിവൃഢരെ നാലു ദിക്കിങ്കലും പ്രത്യേകമേകൈകലക്ഷം നിയോഗിച്ചാൻ. അതു പൊഴുതു രഘുപതിയും അലിവൊടരികെ വിളിച്ചങ്കുലീയം മമ കയ്യിൽ നൽകിയിടിനാൻ. ഇതു ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ, എന്നുടേ നാമാക്ഷരാന്വിതം പിന്നെയും സപതി തവ മനസി ഗുരുവിശ്വാസസിദ്ധയേ സാദരം ചൊന്നാൻ അടയാളവാക്യവും. അതു ഭവതി കരതളിരിൽ ഇനി വിരവിൽ നൽകുവൻ ആലോകയാലോക ആനന്ദപൂർവകം. ഇതി മധുരതരം അനിലതനയനുര ചെയ്തുടൻ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടിനാൻ. പുനരധിക വിനയമൊടു തൊഴുതു തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനാൻ. മിഥില നൃപസുതയും അതു കണ്ടതി പ്രീതയായി മേന്മേലൊഴുകുമാനന്ദ ബാഷ്പാകുലം. രമണനിവ നിജശിരസി കനിവിനോടു ചേർത്തിതു രാമനാമാങ്കിതമങ്കുലീയം മുത. പ്ലവകകുല പരിവൃഢ മഹാമതിമൻ ഭവാൻ പ്രാണദാതാ മമ പ്രീതികാരീ ദൃഢം. ഭഗവതി പരാത്മനി ശ്രീനിധൗ രാഘവേ ഭക്തനതീവ വിശ്വാസൻ ദയാപരൻ. പല ഗുണവുമുടയവരെ ഒഴികെ മറ്റാരെയും ഭർത്താവയൈക്കയുമില്ല മത്സന്നിധൗ. മമ സുഖവും അനുദിനമിരിക്കും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ. കമലദല നയനനകതളിരിലിനി മാം പ്രതി കാരുണ്യമുണ്ടാം പരിചറിയിക്ക നീ. രജനിചരവരനശനമാക്കുമെന്നെ കൊണ്ടു 2 മാസം കഴിഞ്ഞാലെന്നു നിർണയം. അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീ, അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ. ത്വരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീ. അനിലതനയനും അഖില ജനനി വചനങ്ങൾ കേട്ടാകുലം തിരുവാനാശു ചൊല്ലിടിനാൻ. അവനി പതിസുതനോടടിയൻ ഭവദ്വാർത്തകൾ അങ്ങുണർത്തിച്ചുകൂടുന്നതിൻ മുന്നമേ അവരജനും അഖില കപികുല ബലവുമായി മുതിർന്നാശു വരുമതിനില്ലൊരു സംശയം. സുത സചിവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിനയയ്ക്കും ക്ഷണാൽ ഭവതിയെയും അതികരുണമഴകിനൊടു വീണ്ടു നിൻ ഭർത്താവയോധ്യയ്ക്കെഴുന്നള്ളും ആദരാൽ. ഇതി പവനസുത വചനമുടമയൊടു കേട്ട പോദിന്ദിരാദേവി ചോദിച്ചരുളിടിനാൾ. ഇഹ വിതത ജലനിധിയെ നിഖില കപിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും മനുജ പരിവൃഢനിധി വിചാരിച്ച നേരത്തു മാരുതി മൈഥിലിയോടു ചൊല്ലിടിനാൻ. മനുജ പരിവൃഢനെയും അവരജനെയും അമ്പോടു മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനോടെടുത്തു കടത്തുവൻ മൈഥിലി. കിം വിഷാദം വൃഥാ മാനസേ. എങ്ങനെയാണ് ഈ കടൽ കടന്നു വന്നുകൊണ്ട് എന്നെ ഇവിടെ നിന്നും രാമലക്ഷ്മണന്മാർ
രക്ഷിച്ചു കൊണ്ടുപോവുക എന്നുള്ള സംശയം മൈഥിലി പ്രകടിപ്പിച്ചപ്പോൾ ഹനുമാൻ സ്വാമി പറയുകയാണ്, രാമലക്ഷ്മണന്മാരെ മാത്രമല്ല മുഴുവൻ വാനരപ്പടയെയും എൻ്റെ ചുമലിൽ ചുമന്നു കൊണ്ടുവരാനുള്ള കഴിവെനിക്കുണ്ട്, അങ്ങ് ഒട്ടും സംശയിക്കരുത് എന്ന് പറയാം. ലഘുതരമമിതരജനിചരകുലമശേഷേണ ലങ്കയും ഭസ്മമാക്കിയിടുമനാകുലം ദ്രുതമതിനു സുധനു മമദേഹ്യനുജ്ഞാമിനി ദ്രോഹം വിനാ ഗമിച്ചിടുവനോമലേ വിരഹ കലുഷിത മനസി രഘുവരനുമാം പ്രതി വിശ്വാസമാശു വന്നിടുവാനായി മുതാ തരിക സരഭസമൊരടയാളവും വാക്യവും താവകം ചൊല്ലുവാനായരുൾ ചെയ്യണം. ഇതി പവനതനയ വചനേന വൈദേഹിയും ഇത്തിരി നേരം വിചാരിച്ചു മാനസേ ചിഗുരഭരമതിൽ മരുവുമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൾ. ശൃണുതനയ പുനരൊരടയാളവാക്യം ഭവാൻ ശ്രുത്വാധരിച്ചു കർണേ പറഞ്ഞിടു നീ സപതി പുനരതു പൊഴുതു വിശ്വാസമെന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം. ചിരമമിത സുഖമൊടു തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാചലത്തിങ്കൽ വാഴും വിധൗ പലലമതു പരിചനോട് ഉണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരും നീടും ദശാന്തരെ തിരുമുടിയുമഴകിനോടു മടിയിൽ മമ വെച്ചുടൻ തീർത്ഥപാദൻ വിരവോടുറങ്ങിടിനാൻ. അതു പൊഴുതിലതിചപലനായ ശക്രാത്മജനാശു കാകാകൃതി പൂണ്ടുവന്നിടിനാൻ. പല പൊഴുതു പലല ശകലങ്ങൾ കൊത്തിയിടിനാൻ. ഭക്ഷിച്ചു കൊള്ളുവാനെന്നോർത്തു ഞാൻ തഥാ പരുഷതരമുടനുടനെടുത്തെറിഞ്ഞിടിനേൻ. പാഷാണജാലങ്ങൾ കൊണ്ടതു കൊണ്ടവൻ വപുഷി മമശിത ചരണ നഗര തുണ്ടങ്ങളാൽ വായ്പോടു കീറിനാനേറെ കുപീതനായി പരമപുരുഷനുമുടനുണർന്നു നോക്കും വിധൗ പാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ. തൃണശകലമതികുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചയച്ചിടിനാൻ. സഭയം അവൻ അഖില ദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവൻ. അമരപതി കമലജ ഗിരീശ മുഖ്യന്മാർക്കും ആവതല്ലെന്നയച്ചോരവസ്ഥാന്തരേ രഘുതിലകൻ അടിമലരിൽ അവശമൊടു വീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നെ കൃപാനിധേ. അപരമൊരു ശരണനിഹ നഹി നഹി നമോസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ. ഇതി സഭയമടിമലരിൽ വീണു കേണീടിനാനിന്ദ്രാത്മജനാം ജയന്തനുമന്നേരം. സവിത് കുലതിലകനഥ സസ്മിതം ചൊല്ലിനാൻ ശായകം നിഷ്ഫലമാകയില്ലെന്നുമേ അതിനു തവ നയനമതിലൊന്നുപോം നിശ്ചയമന്തരമില്ല നീ പൊയ്ക്കൊള്ളുക നിർഭയം. ഭഗവാൻ ജയന്തനെ ശിക്ഷിക്കുന്ന ആ ഒരു കാര്യമാണ് ഇവിടെ വിസ്തരിച്ചു പറയുന്നത്. അതൊരു അടയാളവാക്യമായി മാരുതി രാമനോട് പറയാൻ പോവാണ്. ഇതി സതയമനുദിവസമെന്നെ രക്ഷിച്ചവനിന്നുപേക്ഷിച്ചതെന്തെന്നുടെ ദുഷ്കൃതം ഒരു പിഴയും ഒരു പൊഴുതിലവനോടു ചെയ്തില്ല ഞാൻ ഓർത്താലിതെന്നുടെ പാപമേ കാരണം. വിവിധമിതി ജനകനിബ് ദുഹിതൃവചനം കേട്ടു വീരനാം മാരുതപുത്രനും ചൊല്ലിനാൻ ഭവതി പുനരിവിടെ മരുവീടുന്നതേതുമേ ഭർത്താവറിയായിക കൊണ്ടു വരാഞ്ഞതും ഛടിതി വരുമിനി നിശിച്ചരൗഘവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം. പവനസുധവചനമിതി കേട്ടു വൈദേഹിയും പാരിച്ച മോദേന ചോദിച്ചരുളിനാൻ
അധിക കൃശതനുരിഹ ഭവാൻ കപിവീരരുമീ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ. നിഖില നിശിചരർ അജലനിഭവി വിപുലമൂർത്തികൾ നിങ്ങൾ അവരോടെതിർക്കുന്നതെങ്ങനെ. പവനജനും അവനി മകൾ വചനമതു കേട്ടുടൻ പർവ്വതതുല്യനായി നിന്നാനതിദ്രുതം. അഥ മിഥില നൃപതി സുതയോടു ചൊല്ലിയിടിനാൻ അഞ്ജനാപുത്രൻ പ്രഭഞ്ജന നന്ദനൻ. ഈ വലിയ ആകാര്യ രൂപികളായ രാക്ഷസന്മാരോട് വാനരന്മാരായ നിങ്ങൾ പൊരുതി ജയിക്കുമോ? ക്രൂരന്മാരായ ഇവരെയൊക്കെ കൊല്ലുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ യഥാർത്ഥ ശക്തി, വലുപ്പം ഹനുമാൻ സീതാദേവിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതു കരുതു കമലരിങ്ങനെയുള്ളവരിങ്ങിരുപത്തൊന്നു വെള്ളം പടവരും പവനസുത മൃദുവചനമിങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തു ചൊല്ലിയിടിനാൾ. അതിവിമലനമിതബലനാശരവംശത്തിനന്തകൻ നീ അതിനന്തരമില്ലടോ. രജനി വിരവൊടു കഴിയും ഇനിയുഴറുകെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം. ജലനിധിയുമതിചപലമിന്നേ കടന്നങ്ങു ചെന്നു രഘുവരനെ കാൺക നന്ദന. മമചരിതമഖിലമറിയിച്ചു ചൂടാരത്നമാശു തൃക്കൈയിൽ കൊടുക്ക പിരയെ നീ. വിരവിനൊടുവരിക രവിസുതനുമൊരു സൈന്യവും വീരപുമാന്മാരിരുവരുമായി ഭവാൻ. വഴിയിൽ ഒരു പിഴയും ഉപരോധവുമെന്നിയെ വായുസുതാ പോക നല്ലവണ്ണം ധൃതം. വിനയഭയ കുതുക ഭക്തി പ്രമോദാന്വിതം വീരൻ നമസ്കരിച്ചിടിനാനന്ദികേ. പ്രിയവചന സഹിതനതലോക മാതാവിനെ പിന്നെയും 3 വലത്തു വെച്ചിടിനാൻ. വിടതരിക ജനനി വിടകൊള്ളുവാനടിയനു വേഗേന ഖേദം വിനാ വാഴ്ക സന്തതം. ഭവതു ശുഭമയി തനയ പൃഥിവി തവ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ. സുഖമൊടിഹ ജഗതി സുചിരം ജീവ ജീവ നീ. സ്വസ്ത്യസ്തു പുത്ര തേ സുസ്ഥിര ശക്തിയും അനിലതനയനുമഖില ജനനിയൊടു സാദരം ആശീർവചനമാതായ പിൻവാങ്ങിനാൻ. ചെറുതകലയൊരു വിടവി ശിഖരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സിജിതശ്രമം. പരപുരിയിലൊരു നൃപതി കാര്യാർത്ഥമായതി പാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴി നിലയമൊഴിച്ചു സാധിച്ചഥ സ്വസ്വാമി കാര്യത്തിനന്തരമെന്നിയേ. നിജഹൃദയ ചതുരതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോം അവനുത്തമൻ. അതിനു മുഹുരഹമഖില നിശിചരകുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം. അതിനു പെരുവഴിയുമിതു സുദൃഢമിതി ചിന്ത ചെയ്താരാമം ഒക്കെ പൊടിച്ചു തുടങ്ങിനാൻ. മിഥില നൃപമകൾ മരുവും അതിവിമല ശിംശപാവൃക്ഷം ഒഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ. കുസുമതല ഫല സഹിത ഗുൽമവല്ലി തരുക്കൂട്ടങ്ങൾ പൊട്ടി അലറി വീഴും വിധൗ. ജനനിവഹ ഭയ ജനനനാദ ഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമോടഖില ദിശി ദിവിഖലു പറന്നുടൻ. ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും രജനിചര പുരി ഝടിതി കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ. ഭയമൊടതു പൊഴുതു നിശിചരികൾ ഉണർന്നിതു പാർത്ത നേരം കപിവീരനെ കാണായി. ഇവൻ അമിതബല സഹിതനിടി നിനതമൊച്ചയും എന്തൊരു ജന്തുവിതെന്തിനു വന്നതും. സുമുഖി തവ നികടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിയിലയോ ചൊല്ലിടോ.
മനസ്സി ഭയമധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിശിതമസി വരുവതിനു കാരണമെന്തു ചൊൽ നീ അറിഞ്ഞില്ലയോ ചൊല്ലിവനാരെടോ. രജനി ചരകുലരചിതമായകളൊക്കവേ രാത്രിഞ്ചരന്മാർക്കൊഴിഞ്ഞറിയാവതോ ഭയമിവനെ നികടഭുവി കണ്ടു മന്മാനസേ പാരം വളരുന്നതെന്താവതീശ്വരാ. അവനിമകളൊരടിവതു ചൊന്ന നേരത്തവരാശു ലങ്കേശ്വരനോടു ചൊല്ലിയിടിനാർ. ഒരു വിചിന ചരനമിതബലസഹിതൻ സന്നിഭനുദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു. പൊരുവതിനു കരുതിയവൻ അപഗത ഭയാകുലം പൊട്ടിച്ചിതു. ചൈത്യപ്രാസാദമൊക്കവെ മുസലധരൻ അനിശമതു കാക്കുന്നവരെയും മുൽപ്പെട്ടു തച്ചു കൊന്നിടിനാനശ്രമം. ഭുവനമതിലൊരുവരെയും അവനു ഭയമില്ലഹോ പോയിലവനവിടുന്നിനിയും പ്രഭോ. ദശവദനനിധിരജനിചരികൾ വചനം കേട്ടു ദന്തശൂകോപമക്രോധ വിവശനായി. ഇവനിവിടെ നിശിതമസി ഭയമൊഴിയെ വന്നവൻ ഏതുമെളിയവനല്ലെന്നു നിർണയം. നിശിതശര കുലിശമുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു 100,000 വീരന്മാർ. നിശിചര കുലാധിപജ്ഞാകാരന്മാരതി നിർഭയം ചെല്ലുന്നതു കണ്ടു മാരുതി. ശിഖരികുലമൊടും അവനി മുഴുവനിളകും വണ്ണം സിംഹനാദം ചെയ്തതു കേട്ടു രാക്ഷസർ. സഭയതര ഹൃദയമഥമോഹിച്ചു വീണിതു. സംഭ്രമത്തോടടുത്തിടിനാർ പിന്നെയും ശിതവിശിഖമുഖ നിഖില ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കപീന്ദ്രനും. മുഹുരുപരി വിരവിനോടുയർന്നു ജിതശ്രമം മുൽഗരം കൊണ്ടു താടിച്ചൊടുക്കിയിടിനാൻ. നിയുത നിശിചര നിധന നിശമനത ശാന്തരെ നിർഭയം ക്രുദ്ധിച്ചു നക്തഞ്ചരേന്ദ്രനും. അഖില ബലപതിവരരിൽ ഐവരെ ചെല്ലുകെന്നത്യന്തരൗഷാൽ നിയോഗിച്ചനന്തരം പരമരണ നിപുണനുടെതിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിതു. തദനു ദശവദനനുദിത ക്രുധാ ചൊല്ലിനാൻ തൽബലമത്ഭുതം മൽഭയോത്ഭൂതിതം. പരിഭവമോടമിലബദ സഹിതമപി ചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ. ഇവനെ മമ നികിട ഭുവി ചടിതി സഹ ജീവനോടിന്നു ബന്ധിച്ചു കൊണ്ടെന്നു വെച്ചിടുവാൻ മഹിതബല സഹിതമെഴുവരുമൊരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ ഭൃശം. ദശവദന വചന നിശമന ബല സമന്വിതം ദണ്ഡമുസല ഖഡ്യേഷു ചാപാദികൾ കഠിനതരമലറി നിജകരമതിലെതുട്ടുടൻ കർപ്പൂരേന്ദ്രന്മാരടുത്താർ. കപീന്ദ്രനും ഭുവനതലമുലയെ മുഹുരമലറി മരുവും വിധൗ ഭൂമിശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം. അഖിലജനും വിരവൊടു കൊന്നിടിനാനാശുലോഹസ്തംഭ താടനത്താലഹോ. നിജ സജീവ തനരെ എഴുവരെയും അമിത സൈന്യവും നിർജരലോകം ഗമിച്ചതു കേൾക്കയാൽ മനസി ദശമുഖനും ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ. ഇനിയൊരുവനും ഇവനോടു ജയിപ്പതിനില്ല മറ്റിങ്ങനെ കണ്ടീല മറ്റു ഞാൻ ആരെയും. ഇവരൊരുവരോടെതിരിടുകിൽ അസുരസുരജാതികളെങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയേ. അവർ പലരും ഒരു കവിയോടേറ്റു മരിച്ചിതിന്നയ്യോ സുഹൃതം നശിച്ചിതു മാമകം. പലവും ഇതി കരുതിയൊരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നൊരു താതനോടാതരാൽ വിനയമൊടു തൊഴുതിളയ മകനുമുര ചെയ്തിതു. വീരപുംസാമിതം യോഗ്യമല്ലേതുമേ അലമലമിതറികിൽ അനുചിതമഖില ഭൂഭൃത്യ ആത്മഖേദം ധൈര്യശൗര്യ തേജോഹരം.
അരിവരനെ നിമിഷമിഹ കൊണ്ടുവരുവനെന്നക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ. കപിവരനും അതു പൊഴുതു തോരണമേറിനാൻ. കാണായിതക്ഷകുമാരനെ സന്നിധൗ. ശരനികര ശകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താനുമതു നേരം. മുനിവിനോടു ഗഗനഭുവി നിന്നു താണാശുതൻ. മൂർധനി മുൽഗരം കൊണ്ടെറിഞ്ഞിടിനാൻ. ശമനപുരി വിരവിനോടു ചെന്നു ബുക്കിടിനാൻ. ശക്തനാം അക്ഷകുമാരൻ മനോഹരൻ. വിബുധകുലരിപു നിശിചരാധിപൻ രാവണൻ. വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്തനായി. അമരപതിജിതമമിത ബലസഹിതമാത്മജ ആത്മഖേദത്തോണച്ചു ചൊല്ലിയിടിനാൻ. പ്രിയതനയ ശൃണുവചനമിഹ തവ സഹോദരൻ. പ്രേതാതിപാലയം പുക്കതു കെട്ടീലെ. മമസുതനെ രണശിരസി കൊന്ന കപീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിനയച്ചിടുവാൻ. ത്വരിതമഹമതുലബലമോടു പോയിടുവൻ. ത്വൽക്കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ. രാവണപുത്രനായ അക്ഷകുമാരനെ ഹനുമാൻ കൊല്ലുകയാണ്. രാവണൻ എന്തെന്നില്ലാത്ത ദുഃഖമുണ്ടാവുകയാണ്. ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? വലിയൊരു സൈന്യത്തെ അയച്ചെങ്കിലും ഹനുമാനെ പിടിച്ചു കെട്ടാൻ, തോൽപ്പിക്കാൻ രാക്ഷസന്മാർക്ക് കഴിയുന്നില്ല. ഒടുവിലാണ് അക്ഷകുമാരൻ പോകുന്നത്. അങ്ങനെ പ്രിയപ്പെട്ട പുത്രനെ രാവണ രാക്ഷസന് നഷ്ടമാവുകയാണ്. ഇതി ജനകവചനമലിവോടു കേട്ടാദരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ. ത്യജ മനസി ജനക തവ ശോകം മഹാമതേ. തീർത്തുകൊൾവൻ ഞാൻ പരിഭവമൊക്കവേ. മരണവിരഹിതൻ അവൻ അതിനില്ല സംശയം. മറ്റൊരുത്തൻ ബലാൽ അത്ര വന്നിടുമോ. ഭയമിവനു മരണകൃതമില്ലെന്നു കാൺകിൽ ഞാൻ. ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചുകൊണ്ടിടുവൻ. ഇവിടെ യുദ്ധത്തിന് വരാൻ നിസ്സാരന്മാരായ ആർക്കും കഴിയില്ല. വന്നവൻ ആരായാലും അവൻ ഭയങ്കരനാണ്, മരണഭയമില്ലാത്തവനാണ്. അതുകൊണ്ട് ഒരു നിവൃത്തിയുമില്ലെങ്കിൽ ബ്രഹ്മാസ്ത്രം എയ്തുകൊണ്ട് അവനെ ബന്ധിച്ചു കൊണ്ടുവരും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇന്ദ്രജിത്ത് ഹനുമാന് നേരെ അടുക്കുകയാണ്. ഹനുമാനും ഇന്ദ്രജിത്തും തമ്മിൽ അതിഘോരമായ യുദ്ധം നടക്കുകയാണ്. ഒടുവിൽ യുദ്ധത്തിൽ തോറ്റുകൊടുക്കാം എന്ന ഒരവസ്ഥയിലേക്ക് ഹനുമാൻ ചെന്നെത്തുകയും ബ്രഹ്മാസ്ത്രത്തെ വണങ്ങിക്കൊണ്ട് തോറ്റുകൊടുക്കുകയാണ്. ജീവിതത്തിൽ എപ്പോഴും വിജയിക്കണം എന്നുള്ള വാശി നന്നല്ല, ചിലപ്പോഴൊക്കെ തോൽക്കുന്നതും നല്ലതാണ്. ഹനുമാന്റെ ഈ ഒരു അവസ്ഥ നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. അതിനുമൊരു കെടുതി അവനില്ലെന്നു കാണുകയാൽ അംഭോജ സംഭവ ബാണമെയ്തിടിനാൻ. അനിലജനും അതിനെ ബഹുമതിയോടുടൻ ആദരിച്ചാഹന്ത മോഹിച്ചു വീണിതു ഭൂതലേ. ദശവദന സുതൻ അനിലതനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ. പവനജനു മനസ്സിയൊരു പീഡയുണ്ടായില്ല പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ. ഹനുമാൻ ഇവിടെ സ്വയം തോറ്റുകൊടുക്കുകയാണ്. രഘുതിലക ചരണയുഗമക തളിരിൽ വച്ചൊരു രാമദൂതന്നു ബന്ധം ഭവിച്ചിടുമോ. മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കൂ. മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മരണമില്ലാത്ത ഒരാളാണ് ഹനുമാൻ. എങ്കിലും ഹനുമാൻ ഈ ഒരു നിമിഷം രാവണന് മുന്നിൽ തോറ്റുകൊടുക്കുന്നതായിട്ടാണ് നമ്മൾ രാമായണത്തിൽ കാണുന്നത്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത ദിവസത്തെ പാരായണത്തിൽ കാണാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.